നമുക്ക് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒരു പ്രതിഷേധ വാർത്ത തന്നെയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി ദില്ലിയിൽ നയിക്കുന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നതിൽ UDF തീരുമാനം വരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ UDF ഏകോപന സമിതി എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഘടകകക്ഷികളുടെ അഭിപ്രായം അതുതന്നെയാണോ അഭിപ്രായവുമായി വരുന്നത് എന്നതാണ് ഇനി വ്യക്തമാക്കേണ്ടത്. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, ഘടകകക്ഷികളുടെ അഭിപ്രായം വ്യക്തമായിരിക്കുകയാണ്. അഭിപ്രായത്തിന്റെ ഒരു ആകെ തുക അതുതന്നെയായിരിക്കുമോ? സുജയ, ഇന്ന് രാത്രി 8 മണിക്ക് ചേരുന്ന UDF ഏകോപന സമിതി യോഗം ഓൺലൈനിലാണ് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദില്ലിയിൽ നടത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനം വരും. ഉടൻ തന്നെ തീരുമാനം UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശൻ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യും. നിലവിലത്തെ സാഹചര്യത്തിൽ ഘടകകക്ഷികൾ കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാവരും ഈ പ്രക്ഷോഭവുമായി സഹകരിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ്. അത് ഏകോപിപ്പിച്ച് ഔദ്യോഗിക തീരുമാനമാക്കി മാറ്റും എന്ന് മാത്രം. കാരണം നിലവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നേതൃത്വം തന്നെ ഈ ഒരു പ്രക്ഷോഭം നടത്തുന്നത് അത് തെറ്റാണ്. അത് കൃത്യമായ ഒരു സംശയം ഉണ്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന്. കാരണം നേരത്തെയൊക്കെ അവസരമുണ്ടായിട്ടും അത്തരത്തിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് CPM പോയില്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരൊന്നും പോയില്ല. ഈ 8.5 വർഷക്കാലം എന്തുകൊണ്ട് അത്തരം ഒരു പ്രക്ഷോഭം ആലോചിച്ചില്ല എന്ന ചോദ്യം ഉയർത്തുന്നു. മാത്രവുമല്ല, ഈ പ്രക്ഷോഭത്തെക്കുറിച്ച് സംശയമാണ് UDF കേന്ദ്രങ്ങൾ കോൺഗ്രസ് നേതൃത്വം ആകെ ഉയർത്തുന്നത്. BJP CPM ബന്ധം, BJP പിണറായി ബന്ധം ഉൾപ്പെടെ UDFും കോൺഗ്രസും നിരന്തരം ആരോപിക്കുന്ന ഈ ഘട്ടത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടക്കുന്ന പ്രക്ഷോഭവുമായി സഹകരിച്ചാൽ അത് തെറ്റായ സന്ദേശം നൽകും എന്നാണ് വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയാണ് എന്ന സന്ദേശമാകും സമൂഹത്തിന് നൽകുക എന്ന ഒരാശങ്ക കൂടി UDF കേന്ദ്രങ്ങൾക്കുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രക്ഷോഭവുമായി സഹകരിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് UDF എത്തുന്നതും എന്ന് വിലയിരുത്താം. മാത്രമല്ല, ഇതിന് കാരണമായി പലതും ചൂണ്ടിക്കാട്ടുന്നു. ഘടകകക്ഷിയായിട്ടുള്ള രണ്ടാം കക്ഷിയായിട്ടുള്ള ലീഗിന്, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് ഈ പറയുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ചൊരു പോരാട്ടം വേണമെന്ന അഭിപ്രായമുണ്ട് എന്ന സൂചനകളാണ് പുറത്തേക്ക് വന്നത്. അക്കാര്യത്തിലൊരു ശക്തമായ ഇടപെടൽ കുഞ്ഞാലിക്കുട്ടി നടത്തിയേക്കും എന്നും സൂചനകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് UDFന്റെ ഈ തീരുമാനം എന്തായിരിക്കും എന്നൊരു ആശങ്ക തന്നെ രൂപപ്പെട്ടത്. അല്ലെങ്കിൽ നിശ്ചയമായും റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ ആ സമരത്തിന് സാധ്യതയില്ല എന്ന് നിരസിക്കാവുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ച അതിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ? ലീഗിന് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം അതിനകത്തുണ്ടായിരുന്നു? ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രതിപക്ഷ നേതാവും ഒപ്പം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തതിന് ശേഷം അവർ തമ്മിൽ നടത്തിയ ആശയവിനിമയം, പിന്നീട് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുമായി ഇരുവരും ആശയവിനിമയം നടത്തി. കുഞ്ഞാലിക്കുട്ടിക്ക് നേരത്തെ തന്നെ അത്തരം അഭിപ്രായം അത് പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. പക്ഷേ കോൺഗ്രസ് ഈ കാര്യത്തിൽ ശക്തമായ അഭിപ്രായമാണ്. ഒരു കാരണവശാലും പങ്കെടുക്കരുത്. കാരണം തെരഞ്ഞെടുപ്പ് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകും ഒരുപക്ഷെ ഇത്തരം ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ. ആ പ്രക്ഷോഭത്തിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് കോൺഗ്രസും UDFും എടുക്കുക. ഈ കാര്യത്തിൽ ലീഗ് സ്വീകരിക്കുന്ന, കുഞ്ഞാലിക്കുട്ടി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകാം. PK കുഞ്ഞാലിക്കുട്ടി കുറച്ചു കാലമായി LDF പ്രത്യേകിച്ച് കേന്ദ്രത്തിനെതിരെയുള്ള ഇത്തരം പ്രക്ഷോഭങ്ങൾ അതിലൊക്കെ യോജിച്ച പോരാട്ടം വേണമെന്ന അഭിപ്രായമാണ്. പക്ഷേ അത് UDF ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇനി 2 മാസത്തിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേന്ദ്രത്തിനെതിരെ ഒരു പ്രക്ഷോഭം നയിക്കുമ്പോൾ അത് BJPക്കെതിരെയുള്ള പ്രക്ഷോഭമായി വിലയിരുത്തപ്പെടും. അത് രാഷ്ട്രീയമായി പ്രചരിപ്പിക്കുക ആ തരത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നണി പോരാളിയായി പിണറായി വിജയൻ മാറുമ്പോൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകൾ മറയുമെന്ന ആശങ്ക തന്നെയാണ് UDFന്, കോൺഗ്രസിന് പ്രത്യേകിച്ചുള്ളത്. അതാണ് അവർ UDFന്റെ മറ്റ് ഘടകകക്ഷികളെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തുക. ഏതായാലും ഇന്ന് ഏതാണ്ട് 8 മണി 8:30 തന്നെ ഈ യോഗത്തിൽ ഈ തീരുമാനമുണ്ടാകും. മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി ആ നിലപാടിൽ മാറ്റം വരുത്തും എന്ന് തന്നെ കണക്കുകൂട്ടുന്നു. ഏതായാലും പ്രാഥമികമായ ചർച്ചകളൊക്കെ അക്കാര്യത്തിൽ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു കാരണം UDF കണ്ടെത്തേണ്ടി വരും. കാരണം നാളെ മുതൽ CPM പ്രചരിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ LDF പ്രചരിപ്പിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങൾ ക്ഷണിച്ചു, അത് പൊതുമധ്യത്തിലുണ്ട്, ആ ക്ഷണത്തെ നിരസിച്ചിരിക്കുകയാണ് UDF എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു നിലപാടിൽ സർക്കാരിനോടൊപ്പമല്ല പ്രതിപക്ഷമെന്ന പ്രചരണത്തെ നേരിടാൻ തക്കതായ ഒരു കാരണം കണ്ടെത്തേണ്ടി വരും. അത് ഇന്നത്തെ UDF യോഗത്തിൽ ഉണ്ടാവില്ലേ അങ്ങനെ വന്നാൽ? അരുൺകുമാർ, സംശയമില്ല, ആ കാര്യത്തിലാണ് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് UDFനെ സംബന്ധിച്ചിടത്തോളം. കാരണം
എന്തായാലും CPM കേന്ദ്രങ്ങൾ LDF അത് കൃത്യമായി പ്രചരിപ്പിക്കും. സഭാ സമ്മേളനത്തിലടക്കം ഈ വിഷയം വരും. രൂക്ഷമായ വിമർശനം പ്രതിപക്ഷം ഏറ്റുവാങ്ങേണ്ടി വരും. ആ ഘട്ടത്തിൽ ഈ പ്രതിരോധത്തിനായി ഉന്നയിക്കുക, ഒന്ന്, പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം, ആ ഒരു രഹസ്യ ബന്ധമുണ്ട്, ആ ബാന്ധവം തന്നെ ഉയർത്തി കാണിച്ച് പ്രതിരോധിക്കും. ഒന്ന്. രണ്ടാമത്തേത്, ആത്മാർത്ഥതയില്ലാത്ത പ്രതിഷേധമാണിത്, ഇത് പരിഹാസ്യമാണ് എന്ന് നേരത്തെ KPCC അധ്യക്ഷൻ ഈ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ പ്രസ്താവനയിലൂടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ദില്ലി പ്രക്ഷോഭത്തെ വിമർശിച്ചു കഴിഞ്ഞു, പരിഹസിച്ചു കഴിഞ്ഞു. സമാനമായി തന്നെ കാരണങ്ങൾ അവർ ഉയർത്തിക്കാട്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമാണ് ഈ പ്രക്ഷോഭം എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ആ തരത്തിലുള്ള പ്രതിരോധങ്ങളായിരിക്കും, പ്രതിരോധ കോട്ടകൾ തന്നെയായിരിക്കും UDF തീർക്കുക. പക്ഷേ LDFിൻ്റെ പ്രധാന ആയുധം തന്നെ ഇത് ആയി മാറാനുള്ള സാധ്യതയുമുണ്ട് ഈ പ്രക്ഷോഭവുമായി സഹകരിച്ചില്ലെങ്കിൽ. ആ പ്രക്ഷോഭവുമായി സഹകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ സഹകരിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ തന്നെ വലിയ വിമർശനം നേതൃത്വം ഏറ്റുവാങ്ങേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ പ്രവർത്തകർക്ക് വലിയ അമർഷമുണ്ട് സർക്കാരിനെതിരെ. ആ അമർഷം നിലനിൽക്കുമ്പോൾ എങ്ങനെ ഇടതുമുന്നണിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തോളോട് തോൾ ചേർന്ന് പ്രക്ഷോഭം നയിക്കുമെന്ന ചോദ്യമാണ് ഈ പ്രതിപക്ഷത്തിന്റെ മുന്നിലുള്ളത്. You are watching Reporter Evening Show.